സുഭാഷ് ബാബു സാർ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ RSS പരാമർശം ഉണ്ടാകുന്നു. അനുബന്ധമായി കേരളത്തിൽ വർഗീയ സംഘർഷം ഉണ്ടാക്കുന്നതിനുള്ള ശ്രമം നടക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇതിന് പിന്നിൽ RSS പ്രവർത്തിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ അങ്ങനെ ഒരു പരാമർശം എന്ത് അടിസ്ഥാനത്തിലായിരിക്കാം? അല്ല, സ്വാഭാവികമായിട്ടും കേരളത്തില് വർഗീയ സംഘർഷം ഉണ്ടാകുന്നതിന്റെ ഒരു ഭാഗത്ത് RSS, ഒരു ഭാഗത്ത് ഇസ്ലാമിക സംഘടനകളുമാണ് നമ്മുടെ ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്ന് വന്നിരിക്കുന്നത്. അല്ലാണ്ട് ക്രിസ്ത്യൻ സംഘടനകളൊന്നും അങ്ങനെ ഒരു സംഘർഷത്തില് ഉൾപ്പെട്ടതായിട്ടുള്ള ചരിത്രം ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷെ അതുകൊണ്ട് ഇപ്പം പറയാനുള്ള പ്രത്യേകിച്ച് കാരണം എന്താന്ന് പറഞ്ഞാൽ, ഇപ്പൊ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നതോടുകൂടിയിട്ട് വളരെ ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തനം വരും. ഇതുവരെ മന്ദഗതിയിലായിരുന്ന പ്രവർത്തനമാണ് BJPയുടെ പ്രാദേശിക തലത്തിലുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവര് വളരെ ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ഒരു സന്ദേശം പൊതുവെ ഈ നാട്ടുപ്രദേശത്തൊക്കെ പൊതുവെ പടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ തീർച്ചയായിട്ടും അങ്ങനെയുള്ള പ്രവർത്തനം വരുമ്പോൾ സംഘർഷാത്മക സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. ആ സംഘർഷാത്മക സാഹചര്യങ്ങൾ എന്തായാലും അതൊരു വർഗീയ ഛായയിലേക്കല്ലേ പോവുള്ളൂ എന്നതായിരിക്കും അതിൻ്റെ ഉള്ളിലെ കണക്കുകൂട്ടല്. അപ്പൊ അതിന് കാരണം എന്താന്ന് പറഞ്ഞാൽ, BJP വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുമ്പോൾ BJP യഥാർത്ഥ പ്രവർത്തകരായാലും ശരി, RSSൽപ്പെട്ട പ്രവർത്തകരായാലും അതിനെയെല്ലാം RSS അല്ലെങ്കിൽ വർഗീയതയിലേക്ക് മുഖം ചാർത്തി കൊടുക്കുകയും മറ്റേ ഭാഗത്ത് വരുന്ന അവസരത്തിൽ അതിനെ ശക്തമായി എതിർക്കുന്നത് രാഷ്ട്രീയ സംഘടനകളാണെങ്കിലും അതിനെ വേറൊരു രീതിയിലേക്ക് അതിനെ വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യാനുള്ള ഉദ്ദേശം കൂടെ അതിനകത്തിൽ ഉണ്ടാവാം. പക്ഷെ എന്തായാലും ശരി, അദ്ദേഹം പറഞ്ഞതിന്റെ ഉള്ളില് ഇതായിരിക്കും രഹസ്യമെന്ന് എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നു. അത് ഉദ്ദേശിച്ചിട്ടായിരിക്കും പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു വർഗീയ ഛായയുള്ള സംഘർഷങ്ങൾ ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഒരു ഭംഗ്യന്തരേണ ഒരു മുന്നറിയിപ്പ് കൊടുത്താകാനാണ് സാധ്യത. അപ്പൊ അങ്ങനെ വന്നുകൂടാ. കേരളത്തിൽ എന്തായാലും വലിയൊരു സംഘർഷങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ മാറാടുണ്ടായ സംഭവമാണ് പറയുന്നത്, അല്ലെ പണ്ട് വളരെ പണ്ട് എന്തെങ്കിലും ഉണ്ടായി എന്നല്ലാണ്ട് വലിയ സംഘർഷമൊന്നുമില്ല. താൽക്കാലികമായിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ പോലീസ് വിചാരിച്ചു കഴിഞ്ഞാൽ അത് 24 മണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു വർഗീയ സംഘർഷം ഉണ്ടായി ഇവിടെ എന്തെങ്കിലും സംഭവിച്ചു കളയുമെന്നുള്ള ഭയമൊന്നും ഇപ്പൊ വേണ്ട. പ്രത്യേകിച്ച് ഈ ഇപ്പൊ വളരെ ശക്തമായ രീതിയിൽ നടപടികൾ ഉണ്ടാകുന്നുണ്ട്. സെൻട്രൽ ലീഡർഷിപ്പും സ്റ്റേറ്റ് ലീഡർഷിപ്പും അങ്ങനെ ചെയ്താൽ രാഷ്ട്രീയമായ നഷ്ടമാണ് ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് അതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യും. ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് ഉദ്യോഗസ്ഥന്മാർക്കും വർഗീയ ഛായയുള്ള പ്രവർത്തികൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് നേരിട്ട് ഉത്തരം പറയേണ്ട ഒരു സാഹചര്യമാണ്. അത് നേരിട്ട് ബാധിക്കുന്നത് ജില്ലാ കളക്ടറെയും ജില്ലാ പോലീസ് മേധാവിയാണ്. അപ്പൊ അതുകൊണ്ട് അവരത് വിട്ടുകളിക്കാനൊന്നും സാധ്യതയില്ല. അവരുടെ ജോലിയെ തന്നെ ബാധിക്കുന്ന പ്രശ്നമാണ്. കാരണം ഇപ്പോഴുള്ള നമ്മുടെ ഇതിന്റെ പ്രോട്ടോകോള് ഈ വർഗീയ സംഘർഷങ്ങളെ ലഘൂകരിക്കുന്നതിനും അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ അമർച്ച ചെയ്യുന്നതിനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വം നിക്ഷിപ്തമായിരിക്കുന്നത് ഈ 2 ജില്ലാ ഭരണാധികാരികളിലാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിനകത്ത് ഏതെങ്കിലും രീതിയിൽ വെള്ളം ചേർക്കാൻ സാധ്യമല്ല. കാരണം സ്വന്തം ഔദ്യോഗിക പദവിയെ അത് ബാധിക്കും എന്നുള്ളത് കൊണ്ട് കർശനമായ രീതിയിൽ നേരിടും. പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് എന്തായാലും രാഷ്ട്രീയ സംഘർഷം ഉണ്ടായാൽ അത്ര വലിയ പ്രശ്നമുണ്ടാകും. പക്ഷെ വർഗീയ സംഘർഷം വന്നു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരുടെ ഉറക്കം കെടും എന്നുള്ളതിന് സംശയമുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവില്ല. ചെറിയൊരു സംഘർഷങ്ങൾ ഉണ്ടാവും. അതല്ലാണ്ടൊരു വലിയൊരു സംഘടനം എന്നുള്ള രീതിയിൽ, അല്ലെ ഒരു കലാപം എന്നുള്ള രീതിയിലൊന്നും പോകാൻ ഇന്നത്തെ സാഹചര്യത്തിലൊന്നുമില്ല. പ്രാദേശികമായിട്ട് എന്തെങ്കിലും ഉണ്ടാവുന്നതിന് അപ്പുറത്ത് എന്തായാലും അങ്ങനെ സംഭവിക്കില്ല. അപ്പോ ആ ഒരു പശ്ചാത്തലത്തിലാണ് എന്തായാലും ഇനി ഒരു സംഘർഷാത്മക സാഹചര്യം രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ഉയർത്തിരിയുമ്പോൾ ഇതായിരിക്കും ഇതിന്റെ ഉള്ളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരാനുള്ള ആരോപണത്തിന്റെ ഒരു ഏകദേശ രൂപം എന്നാണ് ഞാൻ അതിനെപ്പറ്റി മനസ്സിലാക്കുന്നത്. അത് ആയിരിക്കണം ലക്ഷ്യമിട്ടത്. അതിനപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യത എന്റെ അനുഭവത്തില്, എന്റെ പരിചയത്തിലില്ല എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും.